നമസ്കാരം. വഖഫ് ആണ് ഇന്നത്തെ വിഷയം. വഖഫിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ പലരും പ്രതിപാദിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ അടുത്തിടെ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ചും അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് അതിൻ്റെ ഫലം എന്നുള്ളത് ഇവിടെ വളരെ വിശദമാക്കി പലരും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലുമൊക്കെ വിശദമാക്കിയിട്ടുണ്ട്. ഇന്നെൻ്റെ വിഷയം അതല്ല. കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ സന്ദീപ് വാര്യർ ഒരു ആരോപണം ഉന്നയിച്ചു. BJPയുടെ 2014 പ്രകടന പത്രികയിൽ വഖഫ് ഭൂമി സംരക്ഷിക്കും, അതിൽ നിന്ന് BJP പിന്നോട്ട് പോയി എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചു. ഇവിടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ചെറിയ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹം നിലവിൽ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നെ നേതാവായ നമ്മുടെ പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശൻ മുനമ്പത്ത് ചെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു വാക്ക് കൊടുത്തു. ഒരു കാരണവശാലും മുനമ്പത്തെ ജനങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല എന്ന്. അതുമാത്രവുമല്ല, സർക്കാർ വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന്. പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി ഒരു പരിഹാരമാർഗം, ഈ നിമിഷ നേരം കൊണ്ട് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള അതിൻ്റെ പരിഹാരമാർഗം എവിടെയും പറഞ്ഞതായിട്ട് കേട്ടുമില്ല. അതായത് അവിടുത്തെ ജനങ്ങളെ നിമിഷ നേരം കൊണ്ട് ഗവൺമെൻറ്റിന് ഇറക്കി വിടാൻ സാധിക്കും, അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നാണോ അദ്ദേഹം ചോദിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലുമാണോ അദ്ദേഹത്തിൻ്റെ പരിഹാരമാർഗം എന്നുള്ള കാര്യം അറിയില്ല. ഇവിടെ എനിക്ക് ശ്രീ സന്ദീപ് വാര്യരോട് ചോദിക്കാനുള്ളത്, ശ്രീ VD സതീശൻ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് അവിടെ നിന്ന് ആരെയും ഇറക്കി വിടില്ല എന്നാണ്. പക്ഷേ ശ്രീ സന്ദീപ് വാര്യർ പറയുന്നു BJP എന്തുകൊണ്ട് വഖഫ് ഭൂമി സംരക്ഷിക്കുന്നില്ല എന്ന്. അപ്പോൾ ഈ രണ്ട് നേതാക്കളുടെയും അഭിപ്രായം കേട്ടുകഴിഞ്ഞാൽ ഈ മുനമ്പത്തെ ജനങ്ങളെ അവിടെ നിന്ന് എന്തുകൊണ്ട് ഇറക്കി വിടുന്നില്ല എന്ന് ശ്രീ സന്ദീപ് വാര്യർ ചോദിക്കുന്നു എന്നുള്ളതും തോന്നും. അതിനൊപ്പം അവിടെ നിന്ന് ഒരാളെയും ഇറക്കി വിടില്ല എന്ന് ശ്രീ VD സതീശനും പറയുന്നു. ഇതിൽ ഏത് നേതാവ് പറയുന്നത് കേൾക്കണം, അതോ ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ നിലപാടെന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പാണോ എന്നുള്ളതാണ് ഇവിടെ സംശയം. മാത്രമല്ല മറ്റൊരു കാര്യം, ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ തന്നെയാണോ ചേർന്നത് എന്നൊരു സംശയം നമുക്കിവിടെ തോന്നും. അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും പൊതുവേദിയിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് പുറത്തു വരുന്ന എല്ലാം ആരെയോ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നത് പോലെയാണ് നമുക്ക് പൊതുജനങ്ങൾക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രീണന രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പെട്ടെന്ന് കടന്നുപോയത്? കാരണം ഒരു കാലഘട്ടത്തിൽ ഈ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ വളരെ ശക്തമായിട്ട് ബാധിച്ചിരുന്ന ഒരാൾ ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം മറന്ന് ഈ പ്രീണന രാഷ്ട്രീയത്തിലേക്ക് കടന്നതിൽ തീർച്ചയായിട്ടും അത്ഭുതമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനടുത്ത് ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നത്.